ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ്യായം 8 കേരളം ആധുനികതയിലേക്ക്, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ചാപ്റ്റർ എടുക്കാൻ കാരണം? കഴിഞ്ഞ 10th പ്രിലിംസ് ഡിസംബർ 28, 2024 നടന്ന 10th പ്രിലിംസിൽ 10ഓളം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ലെസണിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ലെസൺ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നിച്ച് തന്നെയാണ് എല്ലാ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാക്കിയതെങ്കിൽ ഇതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഡയറി കുറിപ്പാണ്. 1498 ഡയറി കുറിപ്പാണ്. അത് എഴുതിയത് വാസ്കോ ഡ ഗാമയുടെ കൂടെ വന്ന നാവികനായ അൽവാരോ വെൻഹോവാണ്. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത്. എന്തുകൊണ്ടാണ് വന്നത്? 1453 എന്ത് സംഭവിച്ചു? വാസ്കോ ഡ ഗാമ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടെയാണ് യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്കുള്ള ആ റോഡ് മാർഗം, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാർഗം ഇല്ലാതെയായി. ആ സമയത്ത് അവർ കടൽ മാർഗം അന്വേഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബാർത്തലോമിയ ഡയസ് എന്ന ഒരു പോർച്ചുഗീസ് നാവികൻ കണ്ടെത്തിയ വഴിയാണ് ഈ വാസ്കോ ഡ ഗാമ വന്നത്. അതാണ് കടൽ മാർഗം യൂറോപ്യന്മാർ വന്ന വഴി. അങ്ങനെ വന്നത് 1498 മെയ് 20 എത്തിയത്. വാസ്കോ ഡ ഗാമയും കുറച്ച് നാവികന്മാരുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു അൽവാരോ വെൻഹോവ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ് ആദ്യം തന്നെ പറയുന്നത്. വാസ്കോ ഡ ഗാമ, അൽവാരോ വെൻഹോവ് എന്നിവരെത്തിയത് 1498 മെയ് 20 ഞായറാഴ്ചയാണ്. സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറേ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലിക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. കലക്കുറ്റി എന്ന് ഇതിൽ ഉദ്ദേശിച്ചത് കോഴിക്കോടാണ്. കാലിക്കറ്റിനെയാണ് അവർ കലക്കുറ്റി എന്ന് പറയുന്നത്. അന്നു രാത്രി കലക്കുറ്റി പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്യ അഥവാ കാപ്പാട് എന്ന ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലക്കുറ്റി എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഈ പ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തരിനി അഥവാ പന്തലായിനി എന്ന പട്ടണവുമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്നും പുറപ്പെട്ട കുറേ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏതു നാട്ടുകാർ ആണെന്നായിരുന്നു. കലക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാട്ടിത്തന്നു. അവർ കോഴിക്കോടാണെന്ന് പറഞ്ഞ് നങ്കൂരമിട്ടത് കാപ്പാട് എന്ന സ്ഥലത്താണ്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അടുത്തത് മുകളിൽ കൊടുത്തുള്ള ഡയറി കുറിപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നത്. കേരള തീരത്ത് യൂറോപ്യന്മാർ എത്തുന്നത് എപ്പോഴാണ്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം, അതായത് 1498. 15ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1400-ാം ആണ്ടിനെയാണ് 15ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1498 എന്ന് പറയുമ്പോൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമായി. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു? അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കടൽ മാർഗം എത്തുന്ന ആദ്യ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അവരാണ് പോർച്ചുഗീസുകാർ. നമ്മുടെ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ എത്തിയവരെ കുറിച്ച് നമ്മൾ ഓർത്തു വയ്ക്കാൻ ഒരു കോഡുണ്ട്. പോഡ ബി ഫെ എന്നാണ് ആ കോഡ് പറയുന്നത്. പോ എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ, അതിനുശേഷം വന്നവരാണ് ഫ്രഞ്ചുകാർ. അതിൻ്റെ ഓർഡർ മനസ്സിലാക്കി വയ്ക്കാനുള്ള ഒരു കോഡാണ്.
അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നതെന്ന് മനസ്സിലായല്ലോ. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറായിരുന്നില്ല. പോർച്ചുഗീസുകാർ കുപിതരാക്കിയത്. കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. കോഴിക്കോട് സാമൂതിരി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർ കൊച്ചിയിലേക്ക് പതുക്കെ പോയി. കൊച്ചിയിൽ വെച്ചിട്ടാണ് അവർ ഓരോ ബിസിനസ്സും കച്ചവടങ്ങൾ ഉറപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല.